രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് പാക് അധീന കശ്മീരിൽ പ്രതിഷേധം കനക്കുന്നു. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യാപക പ്രതിഷേധം. കടകളടച്ചും വാഹനങ്ങൾ തടഞ്ഞും ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ലക്ഷ്മി ബാലചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. എന്തായാലും ലക്ഷ്മി, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായും സ്വാതി, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. ഇന്നും അതിൻ്റെ തുടർച്ചയെന്നോണം വലിയ രീതിയിൽ ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കടകളടച്ചും റോഡുകളൊക്കെ ഉപരോധിച്ചും വാഹനങ്ങളൊക്കെ നിർത്തലാക്കിയും അവിടെ വലിയ രീതിയിൽ ജനക്കൂട്ടം രോഷാകുലരായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. നിരവധി പോലീസ് സൈന്യത്തെയൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എത്തി സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഷട്ടർ ഡൗൺ അല്ലെങ്കിൽ വീൽ ജാം എന്നൊക്കെയാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. എല്ലാ കടകളും ഉപരോധിച്ച് അത് പൂർണ്ണമായും ഒരു അനിശ്ചിതകാലത്തേക്കുള്ള ഒരു സമരത്തിലേക്കാണ് ഇപ്പോൾ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇന്റർനെറ്റൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കും, ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് ഭരണകൂടം വളരെ അത് നിയന്ത്രണ വിധേയമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ അവിടുത്തെ ഇന്റർനെറ്റ് കണക്ഷനുകളൊക്കെ വിച്ഛേദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥ സൈന്യത്തെയൊക്കെ അവിടെ വലിയ രീതിയിൽ വിന്യസിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി POK അസംബ്ലിയിൽ സംവരണം ചെയ്തിട്ടുള്ള 12 നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കണമെന്നും പാക് അധീന കശ്മീരിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വേണമെന്നതുൾപ്പെടെ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതിൽ ചർച്ചകളൊന്നും ഫലപ്രദമാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനൊരു ഇതാവുന്നത് വരെ, ഒരു വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ അനിശ്ചിതകാലത്തേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു അവാമി ആക്ഷൻ കമ്മിറ്റിയുടെയും ജനങ്ങളുടെയും ഒരു തീരുമാനം എന്ന് പറയുന്നത്. സ്വാതി. ശരി ലക്ഷ്മി, പാക് അധീന കശ്മീരിൽ പ്രതിഷേധം കനക്കുകയാണ്. ആ വിവരങ്ങളാണ് ലക്ഷ്മി നൽകിയത്.